അവർ തന്നെയാണ് മികച്ച അധ്യാപകർ. ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വാധീനം കുട്ടികളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും. കാരണം കുട്ടികൾ പല കൈൻഡ് ഓഫ് കുട്ടികളാണ്. പല നോളജ് ഉള്ളവരാണ്, പല സ്കില്ലുള്ളവരാണ്, അതുപോലെ തന്നെ പല കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്, പല പാരൻസ് ഗൈഡ് ചെയ്ത് വന്നവരാണ്. പക്ഷെ എല്ലാ കുട്ടികളിലും ഒരു നല്ലൊരു അധ്യാപകന് തീർച്ചയായിട്ടും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്ററൊക്കെ പഠിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് 1, 2, 3 അധ്യാപകരുണ്ടാവും. ആ അധ്യാപകരെ നിങ്ങൾ ആലോചിച്ച അധ്യാപകരുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതെന്തുകൊണ്ടാണ്? ആ അധ്യാപകരോട് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് പാസ്സായി. ഇനി ഇതിന്റെ പിന്നീടുള്ള കഥ എന്താണെന്നറിയാം? ആ സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ പേര് ശാന്ത ടീച്ചറായിരുന്നു. 6ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ ഒരു പ്രത്യേകത 45 മിനിറ്റാണ് അന്നത്തെ ഒരു പീരീഡ്. 35 മിനിറ്റ് ഹിന്ദി എടുക്കും. ആ 35 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. ടീച്ചർ വരുന്ന ഭയങ്കര ആവേശമാണ്. ഹിന്ദി തലയിൽ കയറൂല, പക്ഷെ എന്നാൽ പോലും 35 മിനിറ്റ് കഴിഞ്ഞ ഒരു ആവേശമാണ്. എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ 10 മിനിറ്റ് ടീച്ചർ ഒരു കഥ പറയും. ആ കഥ എന്ന് പറയുന്നത് ലോകത്ത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച് ജീവിച്ച് വളർന്ന് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ കഥകളാണ്. ടീച്ചർ ഏതാണ്ട് ഒരു 2-3 മാസം കണ്ടിന്യൂ ചെയ്തു. 100ഓളം ദിവസം അത് കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്തിട്ട് ടീച്ചർ ഒരു ദിവസം ടീച്ചറിനോട് ചോദിച്ചു, ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. ടീച്ചർ യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ തലമുറയെ മാറ്റാൻ പറ്റും. ഇന്ന് തീരുമാനിക്കണം, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠനം നടത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇന്നും ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.